സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനം 5 ദിവസമാക്കുന്നതിൽ ജീവനക്കാർക്ക് ഏക അഭിപ്രായം. ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിലാണ് സംഘടനകൾ നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം പ്രായോഗിക പ്രശ്നം ഉന്നയിച്ച് ആരോഗ്യവകുപ്പ് ജീവനക്കാർ രംഗത്തെത്തി. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേർന്നു. പ്രശാന്ത്, എന്ത് പ്രശ്നങ്ങളാണ് ഇവരൊക്കെ ഉന്നയിക്കുന്നത്? എല്ലാവരും ഒന്നടങ്കം, ബാക്കിയുള്ളവരൊക്കെ ഈ ആരോഗ്യ വകുപ്പ് ഒഴികെയുള്ള എല്ലാവരും ഒരുമിച്ച് ഇതിനെ പിന്തുണയ്ക്കുകയായിരുന്നു ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ലക്ഷ്യമിട്ട് സർക്കാർ ജീവനക്കാർക്ക് കൂടുതൽ സഹായം നൽകുന്നു എന്ന ഒരു നടപടിയുടെ ഭാഗമായാണ് ഈ പ്രവൃത്തി ദിനം 6 എന്നുള്ളത് 5 ദിവസമാക്കാനുള്ള ആലോചന വീണ്ടും സർക്കാർ സജീവമാക്കിയത്. അങ്ങനെ ശനിയാഴ്ച അവധി ഒഴിവാക്കുമ്പോൾ സെക്കൻഡ് സാറ്റർഡേ ഒഴികെ 40 ശനിയാഴ്ച അധിക പ്രവൃത്തി സമയത്തിലൂടെ കണ്ടെത്തണം. അപ്പോൾ പ്രവൃത്തി സമയം 5 ദിവസത്തെ പ്രവൃത്തി സമയം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ശനിയാഴ്ച അവധി നൽകുന്നതിനോട് എല്ലാ സംഘടനകളും യോജിച്ചു. പക്ഷേ ഇവരുടെ കാഷ്വൽ ലീവ് 5 കാഷ്വൽ ലീവും 3 ഏൺഡ് ലീവും അതും കൂടെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശത്തെ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് ജീവനക്കാരുടെ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ DME ജീവനക്കാരുടെയൊക്കെ സംഘടന വിശദീകരിച്ചത് ഈ ശനിയാഴ്ച പ്രവൃത്തി ദിനം ഒഴിവാക്കി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച OPയിലെല്ലാം വലിയ തിരക്കുണ്ടാകും. മാത്രമല്ല ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും അവധി സംബന്ധിച്ച് നിരവധി ആശയക്കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അവരുടെ യോഗം പ്രത്യേകം വിളിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി K. ബിജു ആണ് പങ്കെടുത്തത്. എന്തുവന്നാലും ഇക്കാര്യത്തിൽ പ്രവൃത്തി സമയം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണെങ്കിൽ തന്നെ ഒരു വർഷം 52 ശനിയാഴ്ചയുണ്ട്. അതിൽ 12 സെക്കൻഡ് സാറ്റർഡേ ആണ്. 40 ശനിയാഴ്ചയ്ക്ക് പകരമായി പ്രവൃത്തി സമയം അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ 45 ദിവസത്തെ സമയം കിട്ടും. അതായത് 5 ദിവസം കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ ലീവ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഫോർമുലയുടെ ആവശ്യമില്ല എന്ന നിലപാടാണ് സംഘടനകൾ പൊതുഭരണ സെക്രട്ടറിക്ക് മുൻപാകെ ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും തീരുമാനം ഇനി എടുക്കേണ്ടത് സർക്കാരാണ്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. അവധി ദിവസങ്ങൾ 2 ദിവസം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്ന് നടന്നത്.